ഇടുക്കിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന് കർഷകയായി കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു താരമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ജീവിതത്തിൽ? എങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ് പറയാ? കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങ് ഇടപെടുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഒരു തുറന്നു പറച്ചിലൊക്കെ നടത്തി. ഈ എഴുതുന്നതൊക്കെ ഭയങ്കര വൈറലാണ്. നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ എഴുതുന്നത്? ആണ്. എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇത്ര സ്വതന്ത്രമായി ഭയങ്കര ധൈര്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞത്? ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെയുള്ള അനുഭവങ്ങൾ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അയാളുടെ കൂടെ പോകുന്നതും അയാളുടെ കൂടെ നിൽക്കുന്നതും അയാളുടെ കൂടെ എൻ്റെ ഇഷ്ടത്തിന് കിടക്കുന്നതും ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം പിന്നീട് വന്നിട്ട് അതിനെക്കുറിച്ച് അത് ഒരു ചെറിയ ഇഷ്യൂ വന്ന്, അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞതിന് ശേഷം അത് ബലാത്സംഗമായിട്ടും അല്ലെങ്കിൽ അത് പീഡനമായിട്ടും അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എൻ്റെ ലൈഫിൽ കൂടി പോയിട്ടുള്ള ആളുകളെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവരുടെ കൂടെ വർഷങ്ങളോളം നിന്നിട്ട് എന്നെ യൂസ് ചെയ്തിട്ട് പോയ ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനത് പോയി കിടന്നു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അവരെന്നെ പീഡിപ്പിച്ചതായിട്ട്, എന്നാൽ പിന്നെ എനിക്ക് എന്തോരം കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. എന്നെ 4 വർഷം കൊണ്ടുകിടന്ന് പീഡിപ്പിച്ചു, അങ്ങനെ എനിക്ക് കുറ്റപരാതികളുമായിട്ട് നടക്കാമല്ലോ. ഇടുക്കിയിൽ ജീവിക്കുന്ന കാലത്ത് കർഷകയായിരുന്നു. ഏലം കൃഷിയിൽ ഏലത്തോട്ടത്തിൽ പണിയെടുത്തും കല്ല് ചുമക്കാനും മണൽ ചുമക്കാനും എല്ലാത്തിനും പോയിട്ടുള്ളത്. കൂലിപ്പണിക്കൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചാണ്. 16 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. 16 വയസ്സിൽ കല്യാണം കഴിച്ച് 2 മക്കളായി കഴിഞ്ഞതിന് ശേഷം 6 വർഷമാണ് ഹസ്ബൻഡിനൂടെ ജീവിച്ചത്. ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ പുള്ളി പോയതാണ്. എൻ്റെ കളഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരാളെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാരെന്നോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 മക്കളെയും കൊണ്ട് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കളെ ഓർഫനേജിൽ നിർത്തിയിട്ടാണ്, ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് വയ്യാതെ കിടക്കണ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ നോക്കാൻ വീട്ടു ജോലിക്ക് പോയി നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അതായത് ഇന്ന് കാണുന്ന ദേവിക മോഹന് ഒരു ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ഒരുപാട് സങ്കടത്തിൻ്റെ കഥകളുണ്ടല്ലേ? ഉണ്ട്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പോകുമ്പോൾ പല അനുഭവങ്ങളായിരിക്കും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെയും കൊണ്ടുള്ള പല അനുഭവങ്ങളായിരിക്കും. അവിടെയുള്ള ചേട്ടന്മാരെ കൊണ്ട് ചിലപ്പോൾ പല അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കും. അങ്ങനെ ദുരുപയോഗപ്പെട്ടിട്ടുണ്ടോ? ദുരുപയോഗപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മളോട് അങ്ങനെയുള്ള അപ്രോച്ചിൽ വരുന്ന ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ സഹിച്ച് നിൽക്കേണ്ടി വന്നു. അതൊക്കെ സഹിച്ച് നിന്നിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചല്ലേ? ഒറ്റപ്പെടലൊക്കെ ഒരുപാട് അനുഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരാളൊരു കല്യാണം ആലോചനയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞു. എൻ്റെ മക്കളെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ഇതാണ് ആയിരുന്നു എനിക്ക്. കുടുംബമായിട്ട് മക്കളെ കൊണ്ടുവന്ന് ചെറുതിലേ മക്കളെ മാറ്റി നിർത്തിയതാണ്. മോനെ 2-2.5 വയസ്സിൽ മാറ്റി നിർത്തിയതാണ്. മോളെ ഒരു 4.5 വയസ്സിൽ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അതുങ്ങളെ കൊണ്ടൊന്ന് കൂടെ താമസിപ്പിക്കണം, സന്തോഷമായിട്ട് ലൈഫ് മുമ്പോട്ട് പോകണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ട് ആദ്യത്തെ കുടുംബജീവിതം തകർന്നതിന് ശേഷം രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് കഴിച്ചു. 10 വർഷം പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പം അയാളും പോയി. അയാൾ നമ്മുടെ പാലാരിവട്ടത്തുള്ളൊരു പുള്ളിയായിരുന്നു. പുള്ളി മതപരിവർത്തനം നടത്തി ഹിന്ദുവായിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. ക്രിസ്ത്യാനിയായിരുന്നു പുള്ളി വൈക്കത്ത് അമ്പലത്തിൽ മതപരിവർത്തനം നടത്തി ഹിന്ദു ആയതിനു ശേഷം. ഇല്ല, ഞാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ പള്ളിയിൽ വെച്ച് കല്യാണം നടക്കൂല, അതിന് ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ വെച്ചാവുമ്പോൾ നമുക്ക് ആ ഒരു ട്രാപ്പൊന്നും പറയാൻ പറ്റില്ല. 10 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നീട് പാരമ്പര്യം നിലനിർത്താൻ മക്കൾ വേണം. അപ്പോൾ എൻ്റെയൊക്കെ ഞാൻ 2 മക്കളായിരുന്നപ്പോഴേ ഞാൻ ഇനി അടുത്തതും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ എന്നും ഇടി, തൊഴി, ചവിട്ട്, കുത്ത് ഇതെല്ലാം ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ. അപ്പോൾ അത് ഉപദ്രവം എല്ലാം സഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് ആണല്ലോ, പിന്നെ മക്കൾ ഇനി വേറെ വേണ്ട,
അപ്പോഴേ ഞാനത് നിർത്തിയായിരുന്നു. രണ്ടാമത്തെ പുള്ളി വന്നപ്പോൾ പുള്ളിക്ക് പാരമ്പര്യം നിലനിർത്താൻ മക്കൾ വേണം. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഒരു 100-ൽ 95% പോലും നടക്കില്ല, പറ്റത്തില്ല. അങ്ങനെ സിസേറിയനായിരുന്നു രണ്ടും. ലാസ്റ്റ് അത് ഇനി അടുത്തത് ചെയ്യുമ്പോൾ ചിലപ്പം അത് പറ്റാതെ വരും. അപ്പോൾ നമ്മൾ വെറുതെ പൈസ മുടക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വേണ്ടാന്ന് വെച്ചു. പുള്ളി വേറെ പോയി. അതും പുള്ളി പറഞ്ഞിട്ട് പോയത് എനിക്ക് വേറെ അവിഹിതം ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, അവിഹിതത്തിന് പോവുകയാണെങ്കിൽ എനിക്കൊരു അവിഹിതം ഉണ്ട് എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരെ പോസ്റ്റ് ചെയ്യുന്ന പച്ചക്ക് പറയുന്നത്. ഈ നിങ്ങളുടെ എഴുത്തുകൾ ഭയങ്കരമാട്ടോ. നിങ്ങൾ എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് ഇപ്പൊ തെറിയാണെങ്കിൽ പോലും വിളിക്കാൻ ഒരു മടിയും കാണിക്കും. എനിക്ക് മടിയില്ല, കാരണം എനിക്കറിയാം എന്നെ അറിയില്ലാത്ത ആളുകളാണ് എന്നെ തെറി പറയുന്നത്. ഞാൻ എന്താന്ന് എൻ്റെ ഏറ്റവും അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ എനിക്ക് എന്നെ അറിയാം. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എന്നെ അറിയാത്ത ആളുകളാണ് എന്നെ ഈ വന്ന് പച്ചത്തെറി വിളിക്കുന്നത്. അപ്പം പച്ചത്തെറി എന്നെ വിളിക്കുമ്പോൾ നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ, അപ്പം എനിക്ക് തോന്നുന്നു പറയാം. എന്നെ 50 ദിവസം വരെ ഫേസ്ബുക്കൊക്കെ ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തെറി വിളിച്ചതിന് മാത്രം. പിന്നീട് ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ അധികം തെറി വിളിക്കാറില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇറങ്ങിയ ആ ഒരു ആദ്യകാലത്തെ ഫോട്ടോകളൊക്കെ കാണുമ്പോഴേ ഫേസ്ബുക്കിലെ കർഷക സ്ത്രീ ആയിട്ട് നിൽക്കുന്ന, ജോലി ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന കുറേ പഴയ ഫോട്ടോ ഉണ്ട്. പക്ഷെ അന്നത്തെ ഒരു രൂപം മാറി, ആള് മാറി, ഫിഗർ മാറി, നിങ്ങളുടെ ഹെയർ സ്റ്റൈല് മാറി, സംസാര രീതി മാറി. ഇതൊക്കെ എങ്ങനെയാ മാറ്റിയത്? അതെങ്ങനെയാ മാറിയെന്ന് ചോദിച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ ഫോട്ടോഷൂട്ടിന് വിളിച്ചിട്ടുണ്ട്. നല്ല ക്യാമറ ഫേസാണ്, വരണം ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം, മനുഷ്യന്മാരല്ലേ, നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, അഭിനയിക്കണം, 10 പേര് അറിയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഫോട്ടോഷൂട്ടിന് പോകാൻ തുടങ്ങി. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൈരളി ടി വിയിൽ, ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിൽ 5-6 ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു കലാകാരി. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നമ്മളെ യൂസ് ചെയ്യാനായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ട്. 100% അനുഭവം ഉണ്ട്. ഞാൻ സീരിയലിൻ്റെ ഇതിൽ പോകുമ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ 5 പേരുണ്ടെന്നാണ്. 5 പേര്, ഒരു നൈറ്റ് 5 പേര്, 5 പേർക്ക് ശരീരം പങ്കുവെക്കണം. ഒരു ദിവസം നൈറ്റ് 5 പേർക്ക് ഞാൻ ഇന്ന് കൊടുത്താൽ മാത്രം പിറ്റേ ദിവസം എനിക്ക് നല്ലൊരു, എന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ, ഞാനിപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഡയലോഗ് എഴുതിയിട്ട് പറഞ്ഞു, ഇത് നിനക്ക് രാവിലത്തേക്കുള്ള രാവിലെ ഷൂട്ടിനുള്ള ഡയലോഗാണ്, ഇതാണ് നിൻ്റെ വേഷം, ഇതാണ് നിൻ്റെ ഡയലോഗ് കാര്യങ്ങൾ, അപ്പം അതുകൊണ്ട് നീ ഇന്ന പോലെ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. അന്ന് ഞാൻ ഈ ഫീൽഡ് ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് തരണമെന്നുണ്ടെങ്കിൽ 5 പേർക്ക് കടന്നു കൊടുത്താലേ 5 പേരെന്ന് പറഞ്ഞാൽ അത് ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമല്ല, അവിടുത്തെ ലൈറ്റ്മാൻ വരെ ഉണ്ടാവും. അതും കൂടി മനസ്സിലാക്കും. പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ എല്ലാം ഉണ്ടാവും. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ ചാപ്റ്റർ, ഈ അഭിനയം എന്ന് പറഞ്ഞൊരു സംഭവം അതോടുകൂടി, അതുകൊണ്ടാണോ പിന്നീട് സീരിയലുകളിലൊന്നും കാണാൻ ഒന്നിലും ഞാൻ പോയിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അഭിനയിക്കാൻ പോയിട്ടില്ല. പിന്നീട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ സെമി ന്യൂഡായിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തിടാറുണ്ടായിരുന്നു. ആ ഫോട്ടോകൾ ഭയങ്കര വൈറലായിരുന്നു. ഫോട്ടോസ് എല്ലാം സീരിയൽ സിനിമ ജീവിതം അവിടെ ഉപേക്ഷിച്ചു. ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോഴും എന്നോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, വെബ് സീരീസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അത് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് തന്നെ ഞാൻ പറയും. അല്ലാതെ ജെനുവിനായിട്ടുള്ള വർക്കുകൾ വന്നാൽ നിങ്ങൾ പോകുമോ? ജെനുവിനായിട്ടുള്ള വർക്കുകൾ എപ്പോൾ വന്നാലും ഞാൻ പോകും. അതിന് എനിക്ക് ഇഷ്ടമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ടെന്ന്, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്കറിയാം, കലാകാരി ഉണ്ടെന്നും അറിയാം, എനിക്ക് കഴിവുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ ഒരുത്തന്നെ കൂടെ കടന്നു കൊടുത്തിട്ടുള്ള അവസരങ്ങൾ വേണ്ട. അത് വേണ്ട. പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള ഒരു ആരോപണം, നിങ്ങൾ നിരവധി കല്യാണങ്ങൾ കഴിച്ച ആളാണെന്ന്. നിരവധി കല്യാണം കഴിച്ച ആളാണ്. 2 കല്യാണത്തിലാണ് പറഞ്ഞു നിർത്തി. ഇപ്പൊ 2 കല്യാണം. അതിനുശേഷം കഥ തുടരും. ഒരു കല്യാണവും കൂടി ഞാൻ കഴിച്ചു. അപ്പൊ 3 കല്യാണമായി. 3 കല്യാണം കഴിച്ച ആളാണ് ഞാൻ. അപ്പൊ ഒരു കല്യാണവും കൂടെ കഴിച്ചു. ഒരു കല്യാണവും കൂടി ഞാൻ അതിന്റെ ഇടയിൽ കഴിച്ചു. ഒന്നിൽ പിഴച്ചു പോയാൽ, ഒന്നിൽ തെറ്റിപ്പോയാൽ അത് 3 ക്ലിയർ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കല്യാണം മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണ് അയാളെ കല്യാണം കഴിച്ചത്. മൂകാംബികയില് ഞാൻ അത്രയും, എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് വരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു അമ്പലത്തിൽ പോയിട്ടാണ് എനിക്ക് താലി കെട്ടിയത്.
ആദ്യത്തെ കല്യാണം അമ്പലത്തിലായിരുന്നോ? അത് നമ്മൾ ചോദിക്കാൻ പറ്റും. ആദ്യത്തെ കല്യാണം SNDP വെച്ച് അവിടുത്തെ ഒപ്പിടിയിലായിരുന്നു. രജിസ്റ്ററിൽ ഒപ്പിടിയിൽ മാത്രം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് രണ്ടാമത്തത് മതപരിവർത്തനം നടത്തി ഹിന്ദുവായി കല്യാണം കഴിച്ചാണ് പുള്ളിയാണ്. മൂന്നാമത്തെ കല്യാണം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി വന്നതാണ്. ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു വിളി വരണം, വിളി ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലം. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചു. അവിടെ വെച്ച് എൻ്റെ കല്യാണവും നടന്നു. പക്ഷേ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ വർഷം എൻ്റെ കൂടെ. മടുത്തിട്ടല്ല, അവരുടെ വീട്ടുകാർ, അതായത് അയാളുടെ വീട്ടുകാർ പറഞ്ഞത് അയാൾ കേട്ടു. അയാളോട് പറഞ്ഞു സ്വത്തൊന്നും എഴുതി തരില്ല, ആ ഒരു ബന്ധത്തിൽ നിന്നാൽ കുടുംബസ്വത്ത് തരില്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് അന്നേരം വേണ്ടത് ശരിക്കും കുടുംബസ്വത്തിനെക്കാട്ടും വലുതല്ല നിങ്ങളെന്ന് അയാൾ പറഞ്ഞു. അയാൾക്ക് ആ സമയത്ത് അയാളുടെ സ്വത്ത് എഴുതി തരില്ല. അച്ഛന് ക്യാൻസർ ആയിരുന്നു, അയാളുടെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഏകദേശം ശരിക്കും ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങളെ കല്യാണം? ഇഷ്ടം കൊണ്ടായിരിക്കില്ല. ഇഷ്ടം കൊണ്ട് ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരാൾ മക്കളില്ല, പാരമ്പര്യം നിലനിർത്തണമെന്നും പറഞ്ഞ് ഒരാൾ പോവില്ല. അങ്ങനെയൊക്കെ 3 കല്യാണം ശരിക്കും താലി കെട്ടി ശരിക്കും കല്യാണം കഴിച്ചത് 3 പേര്. പിന്നെ എത്ര പേരോട് താമസിച്ചിട്ടുണ്ട്? 2 പേരുടെ കൂടെ. 3 2 5. ഒരാളുടെ കൂടെ 7 വർഷം ലിവിങ് ടുഗദറായിട്ട് താമസിച്ചിട്ടുണ്ട്. അയാളും കുറച്ച് കഴിഞ്ഞ് ഇട്ടിട്ട് പോയി. എന്തുകൊണ്ടായിരിക്കും? അപ്പം 4മത്തെ ആളോ? ഇനി 5ാമത് പറഞ്ഞോളൂ. 5ാമത് ഒരാളുള്ളത് എൻ്റെ കൂടെ ദുബായിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച. ഇപ്പോഴും ആ ഫ്ലാറ്റിൽ തന്നെ പുള്ളി ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു. എന്തെങ്കിലും ഉടായ്പകളുണ്ടോ? എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫീൽ ചെയ്തു, പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്യാവസ്ഥ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് ചതിക്കുവാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ എന്നോട് ഇത് ഇങ്ങനെയുള്ള ഇത് ചെയ്യുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതുമായിട്ടും വിഷമം ഉണ്ടാവും, ഉള്ളുനീറും വിഷമം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറും. പക്ഷേ ഈ 4 പേര് പോയിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ നീറ്റിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോയപ്പം കുറേ സങ്കടപ്പെട്ടു, ഡിപ്രഷനിലിരുന്നു. കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം മാറും. ശരിക്കും ഈ 5ാമനെ കുറിച്ചാണ് എനിക്ക് അറിയാവുന്നത്. കാരണം ഈ 5ാമനെ കുറിച്ചുള്ള എഴുത്തുകളും കയ്യും കാലും മാത്രമേ ഫോട്ടോയിൽ വന്നിട്ടുള്ളൂ. കയ്യും കാലും മാത്രമേ. ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഫോട്ടോകൾ ഇടുമ്പോൾ എന്റെ സുൽത്താൻ എന്ന് വിളിക്കുന്നുണ്ട്. ഈ സുൽത്താൻ ആരാണെന്ന് അറിയാം. അപ്പം നമുക്ക് നാഗസൈരന്ധ്രി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അവർക്കും ഒരു സുൽത്താൻ ഉണ്ട്. ശരിക്കും സുൽത്താൻമാർ ഇങ്ങനെ അടക്കി വാഴുകയാണോ? സുൽത്താനുണ്ട്. അങ്ങനെ ഒരു സുൽത്താൻ നിങ്ങൾക്കും വന്നു. 5ാമത്തെ പക്ഷേ ആ 5ാമത്തെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാട് വയസ്സിന് ഡിഫറൻറ്റ് ഇളയ ആളാണ്. എനിക്ക് ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ദുബായിൽ ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. എല്ലാത്തിനും സഹായിച്ച് എൻ്റെ കൂടെ നിന്ന്. അതേപോലെ തന്നെ പുള്ളിക്ക് ആവശ്യം വളരെ വലിയൊരു പ്രശ്നത്തിൽ ഒരു കേസിൽ പെട്ടപ്പോൾ നിങ്ങളുടെ സർവ്വം ത്യജിച്ച് എല്ലാം ഉപേക്ഷിച്ച് അവന് വേണ്ടി കാത്തിരുന്ന് ഉള്ള സമ്പത്ത്, നാട്ടിലുള്ളതായാലും വീട്ടിലുള്ളതായാലും നാളെ ഇതുവരെ ഉണ്ടാക്കിയ സ്വർണ്ണമായാലും സ്വത്തായാലും മുഴുവൻ അവന് വേണ്ടി എൻ്റെ കയ്യിൽ പാസ്പോർട്ട് പോലും പണയം വെച്ചിട്ട് ഞാൻ പുറത്തിറക്കി. പിന്നെ എനിക്ക് അതിൽ നിന്നും എനിക്കൊന്നും കിട്ടാനില്ല. ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ കുറേ ചോദിച്ചു, വാങ്ങി, കടം വാങ്ങി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പം എന്നാലും ഞാൻ വേറെ ഒരുത്തൻ്റെ കൂടെ പോയി കിടന്നിട്ടുള്ള ഉണ്ടാക്കില്ല. എനിക്ക് എൻ്റെ സുൽത്താൻ അത് മാത്രം മതി എന്നുള്ള ചിന്തയിൽ നിന്ന വ്യക്തിയാണ്. ലാസ്റ്റ് ഞാൻ ഓൺലൈൻ ലൈവ് തുടങ്ങി. ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ കൂടെ പോയി കിടക്കേണ്ട കാര്യമില്ല നമുക്ക്. ഓൺലൈൻ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 15 മിനിറ്റ് ലൈവ് പോകുന്നു. ആ ലൈവ് കാണാൻ താല്പര്യമുള്ളവർ വരുന്നു. ഞാൻ ഫേസ്ബുക്ക് ലൈവോ അല്ല, വെബ്സൈറ്റ് ഉണ്ട് എനിക്കൊരു വെബ്സൈറ്റിൽ. വെബ്സൈറ്റിൽ ലൈവ് പോകുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യുന്നു, വരുന്നു, കാണുന്നു. പൈസ വേണം കാണണമെങ്കിൽ. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഞാൻ നമ്മുടെ നാട്ടിലെ വെറും 499 രൂപയൊക്കെ ഇടുള്ളൂ. സബ്സ്ക്രിപ്ഷൻ ആണ്. ആ ബുക്ക് ചെയ്യുന്നതിന് 499 രൂപ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് സംസാരിക്കണ്ട, എന്നെ കാണാം ഫുള്ള് ഫേസ് ഇല്ലാതെ, ഫുൾ നൂഡ്. പേടി തോന്നിയിട്ടില്ല? എനിക്ക് അങ്ങനെ ആ സമയത്ത് പേടി തോന്നിയിട്ടില്ല. എനിക്ക് ആ സമയത്ത് എൻ്റെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പുറത്തിറക്കണം എന്നുള്ള ഈ ആളിനെ പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ചെയ്താണ്.
ഈ ആളിനെ ജയിലിലായ സുൽത്താനെ പുറത്തിറക്കാൻ വേണ്ടി പണമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിക്കാതെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് പോലും പുറത്തിറക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ഞാൻ. അത്രയും ഒരു തീവ്രത, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തീവ്രതയല്ലേ. അത്ര അറ്റം വരെ പോയിട്ടും നിങ്ങളോടൊരു ചതിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് തോന്നി? എനിക്കത് തോന്നി. എനിക്കത് ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് അവരുടെ രണ്ടുപേരുടെ സംസാരത്തിൽ നിന്നും അവരുടെ ചാറ്റിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഉള്ളിൽ ശരിക്കും വേദന, എനിക്ക് നല്ല വേദന തോന്നി. ഞാൻ പറഞ്ഞു ബ്രേക്കപ്പ് എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കയറി വാന്ന് പറഞ്ഞിട്ട് കരയാണ്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏതാന്ന് എനിക്കറിയില്ല. എന്നാലും ജീവനാണ്, എനിക്ക് ജീവനെ പോലെ ഞാൻ കൊണ്ടുവരുന്നതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ശരീരം പോലും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട്. എന്നാൽ ഞാൻ ഒരാളുടെ കൂടെ കിടക്കാൻ പോകാറില്ല, ഞാൻ കിടക്കാറുമില്ല. പക്ഷെ ശരീരം പോലും ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാനത് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും എനിക്ക് ജീവനായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവൻ എന്നെ കല്യാണം കഴിക്കാമെന്നോ കൂടെ പൊറപ്പിച്ചോളാമെന്നോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ലിവിങ് ടുഗദർ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ. അല്ലാതെ ആജീവൻ അത് നോക്കിക്കോളാന്നൊന്നുമില്ല. അവനൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കല്യാണം ജീവിതം വിഷമം, നല്ല വിഷമമുണ്ട്. എപ്പോഴെങ്കിലും ആത്മഹത്യ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്ന് വരെ തോന്നാത്ത ഒരു കാര്യം ഇന്ന് വരെ എൻ്റെ മനസ്സിൽ തോന്നാത്തൊരു കാര്യമാണ്. ഇത്രയധികം പലരിൽ നിന്ന് ചീറ്റിംഗ് ഉണ്ടാവുന്നു. ഓരോ തവണയും ഓരോരുത്തരെ പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അവരോടൊപ്പം കിടക്കുന്നു, സുഖങ്ങൾ പങ്കുവെക്കുന്നു. പിന്നീട് അവരിൽ നിന്ന് ചതി നേരിടുമ്പോൾ ഒരിക്കൽ പോലും മരിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതൊരു ഭയങ്കര, അത് എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തും തരണം ചെയ്യാനുള്ള ആ ഒരു സംഭവം എനിക്കുണ്ട്. എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളുടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇരുന്ന് നിങ്ങളൊരു വീഡിയോ ലൈവ് ചെയ്തിരുന്നു. അതെന്തായിരുന്നു സംഭവം, ഓർമ്മയുണ്ടോ? അതെന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ, ഞാനും എൻ്റെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ഒരു പുള്ളിക്കാരിയായിട്ട് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. എനിക്ക് അവൾക്ക് ടോർണം കൊടുക്കേണ്ടി വന്നു. എനിക്ക് സത്യം, നമുക്ക് അവൾക്കിട്ട് എനിക്ക് ഒരെണ്ണം ഒരു അടി കൊടുക്കേണ്ടി വന്നു. അതൊക്കെ ലൈവിലുണ്ട്, കുഴപ്പമുണ്ട്. തൊട്ടപ്പുറം നിന്ന് ആളത് വീഡിയോ എടുത്ത് എൻ്റെ ലൈവിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പക്ഷേ അവൾക്കിട്ട് ഞാൻ അടിച്ചതിൻ്റെ വാശി അവിടെ നിന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷനിലിട്ട് വിളിച്ചു പറഞ്ഞു. തൃപ്പൂണിത്തറ ഹിൽ പാലസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അവിടെ വന്നതിന് ശേഷം അവർ പറഞ്ഞു, ഇവളോട് ചോദിച്ചു കേസുണ്ടോ ചോദിച്ചു. അവൾ പറഞ്ഞു കേസില്ല സാറേ, എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അവൾ ഞാനും കൂടെ ചെറിയൊരു പ്രശ്നം വന്നു, അവൾ എനിക്കിട്ടൊന്ന് തല്ലി കഴിഞ്ഞു, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിമാരും ഒക്കെ ഇങ്ങനെ കൂടിയിട്ട്, ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു, കൂട്ടുകാരിമാർ ഇങ്ങനെ ചക്കയും മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3-4 പേര് വന്നിട്ട്, ഞങ്ങൾ എക്സൈസ് ഓഫീസിൽ നിന്നാണ് വരുന്നത്, ഇവിടെ കഞ്ചാവിൻ്റെ ബിസിനസ് ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നാന്നും പറഞ്ഞ് ഇവരകത്തോട്ട് കയറി ഞങ്ങളെല്ലാവരെയും പുറത്ത് നിർത്തി. അപ്പോൾ എൻ്റെ പുറത്ത് നിർത്തി ഇവരകത്ത് കയറി. മോനുണ്ട്, മോളുണ്ട്, മോളുടെ കുട്ടിയുണ്ട്, കുഞ്ഞാണ് മോളുടെ കുട്ടി. അങ്ങനെ ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി, പുറത്ത് നിന്ന കൂട്ടുകാരി പറഞ്ഞു, ഇവർ പോലീസ് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ഇറങ്ങി വരുമ്പം അവരുടെ ID കാർഡ് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ID കാണിക്കാൻ പറഞ്ഞു. ID കാണിക്കും, നിങ്ങൾ എവിടെ നിന്ന് വന്നതെന്ന് അറിയണം എന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ ഇവർ ഒറ്റ ഓട്ടോടി എല്ലാം കൂടി. എല്ലാ പോലീസുകാരാണെങ്കിൽ ഓടുമോ? ഒരിക്കലും ഓടില്ല. അപ്പോൾ എനിക്കൊരു പേടി, ഇനി ഇവന്മാർ വന്ന് അകത്ത് കയറിയിട്ട് എന്തെങ്കിലും എൻ്റെ പെരയ്ക്കകത്ത് വെച്ചിട്ടുണ്ടോ? വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അടുത്ത സെക്ഷൻ പോലീസുകാർ വരുമ്പോൾ എൻ്റെ മക്കളെ അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും അകത്താക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ, കൊറോണ ടൈമാണ്, എല്ലാവരും ആ സമയത്ത് മെയിലാണ് പരാതി അയക്കുന്നത്. പക്ഷെ ഞാൻ നേരിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ഇവിടെ കൊറോണ ടൈമാണ്, നിങ്ങളുടെ സൗകര്യത്തിന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല എന്നുള്ള പോലീസുകാരുടെ സംസാരം. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ലൈവ് ഇടാം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ 2 കോൺസ്റ്റബിൾ വന്നു. അവർ വീട്ടിലോട്ടൊന്നും കയറിയില്ല. അവർ പറഞ്ഞു ചേച്ചി വായോ, പിന്നാലെ വാ എന്നിട്ടൊരു പരാതി എഴുതി തരാൻ പറഞ്ഞു. ഞാൻ CIക്കാണ് പരാതി എഴുതിയത്, പക്ഷേ SI ആണ് ആ സമയത്ത് അവിടെ വന്നത്. അപ്പോൾ വന്നപ്പം ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു ചേച്ചി പരാതി SIക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഞാൻ CIക്കാണ് പരാതി എഴുതിയത്, ഞാൻ CI വരുമ്പോൾ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട സാറിനെ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഒരു 10-22 വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുറേ കഞ്ചാവും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മേശമേ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് ഞാൻ സാറേ എന്ന് പറഞ്ഞ് കയറിച്ചത്. നമ്മളെത്ര വലിയ തൻ്റെ ഇടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മളൊരു പോലീസ് സ്റ്റേഷനിലും അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ തീർത്തും ബഹുമാനത്തോടുകൂടി നമ്മൾ ചെന്നു. നമ്മൾ പരാതി വായിച്ചിട്ട് പുള്ളി എന്നോട് ചോദിച്ചു നിനക്ക് കച്ചവടം ഉണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. എന്തിനാ സാറേ കച്ചവടം? ഞാൻ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പോലീസുകാരെ 7 അയലക്കത്തേക്ക് ഞാൻ ചെല്ലില്ല.
ചെല്ലുവോ? ഒരിക്കലും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പരിപാടിയൊന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെയും വളർത്തി ജീവിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, എൻ്റെ വീട്ടിൽ വരെ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയാന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ പോയി എടുത്ത് കളഞ്ഞോ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെ നിന്ന് എന്ത് കിട്ടിയാലും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അകത്താവുന്നു. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ എൻ്റെ പെരയ്ക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പരാതിയായിട്ട് ചെന്നത്. അപ്പം അയാൾ എന്നെ അതിഭീകരമായിട്ട് അവിടെ അവഹേളിച്ചു. അപ്പോൾ ഞാൻ പെണ്ണാണെന്ന് പോലും നോക്കാതെ അപമാനിച്ചു എന്നെ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ലൈവ് കിട്ടും, ഇങ്ങനെ എൻ്റെ വീട്ടിൽ കുറച്ച് പേര് വന്നു, പോലീസാന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ കഥ അറിയാതെ ആട്ടം കാണുന്നതും അത് കറക്റ്റായിട്ട് കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പോലീസുകാർ അവളുടെ വീട്ടിൽ കയറി, പോലീസുകാർ കയറി കഞ്ചാവ് പിടിച്ചു, പോലീസുകാർ കയറി കഞ്ചാവ് പിടിച്ചു. ഇത് എങ്ങനെയാണ് ആളുകൾ? ഞാൻ വലിച്ചിട്ടില്ല. കള്ളു കുടിക്കും, നല്ലതായിട്ട് കള്ളു കുടിക്കും, സിഗരറ്റും വലിക്കും, പക്ഷെ കഞ്ചാവ് വലിച്ചിട്ടില്ല. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്, അറിയാം. എന്നാലും നമ്മുടെ ഈ എന്താ ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിക്കും. ചിലപ്പോൾ എനിക്ക് ഒരു മടിയില്ല, എന്ത് കാര്യവും ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല. നിങ്ങളെ പലരും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ നോക്കിക്കാണുന്നതും ഈ ഒരു ധൈര്യത്തിന്റെ പുറത്ത് തന്നെയാണ്. അതെ, ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പോഴും ഈ വീഡിയോ പരിപാടി ഇപ്പോഴും ഒക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. കുറച്ച് നാളായിട്ട് ഞാനിപ്പോ നാട്ടിലേക്ക് വന്നേ, പിന്നെ ദുബായിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വീട്ടിലൊക്കെ വരുമ്പോൾ മക്കളും അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ. എന്തായാലും നിങ്ങളുടെ ഈ ധൈര്യത്തിന് മുന്നിൽ വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ ഈ തുറന്നു പറച്ചിലുകൾ അത് തന്നെയാണ് ദേവിക മോഹൻ എന്ന് പറയുന്ന ആളെ സോഷ്യൽ മീഡിയ ഇത്രയധികം ആഘോഷിക്കുന്നത്. എതിര് പറയുന്നവരുണ്ട്, നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുണ്ട്. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒന്നും ആരും അറിയുന്നില്ല. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് എന്നെ അറിയാത്ത ആളുകളാണ് എന്നെ തെറി വിളിക്കുന്നത്. എന്നെ അറിയുന്ന ഒരാളും എന്നെ ഒന്നും പറയില്ല. തീർച്ചയായിട്ടും നേരിന്റെ വഴിയെ നന്മയുടെ വഴിയെ ആർക്കും കിടന്നു കൊടുക്കാതെ നേരിന്റെ വഴിയെ ജീവിച്ച സമയത്തും എനിക്ക് പേര്, എന്റെ ഭർത്താവില്ലാത്തത് കൊണ്ട് നേരിന്റെ വഴിയിൽ ഞാൻ ജീവിച്ച സമയത്തും ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴും എനിക്ക് ഇട്ടേക്കുന്ന പേര് ഇത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് ഇട്ടേക്കുന്ന പേര് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ ബോധേഡാവുന്ന ഒരാളേ അല്ല. പറയുന്നവരവിടെ കിടന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് നിർത്തും, അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ വഴി, എൻ്റെ ജീവിതം, എൻ്റെ സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുക. അതെ, താങ്ക് യു.